അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1997 ഒരു വിത്ത് ഇവിടെ നടുകയാണ്. 2024 ഈ വർഷമാകുമ്പോൾ 20 വർഷങ്ങൾക്കിപ്പുറം മഅദിൻ എന്നൊരു അക്കാദമി വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, വലിയൊരു പടുവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. മഅദിൻ നാളെ നിർമ്മിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും ഞാൻ നിങ്ങളെ എൻ്റെ വ്ലോഗിലേക്ക് ക്ഷണിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായി പറയേണ്ടത് മഅദിന്റെ തുടക്കത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, 1997 മഅദിൻ എന്ന സ്ഥാപനം ആദ്യമായി തുടക്കം കുറിക്കുന്നത്. മഅദിന്റെ ആദ്യത്തെ ഓഫീസാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. മഅദിന്റെ ആദ്യത്തെ പള്ളിയാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നാം പറഞ്ഞത് മഅദിനെ കുറിച്ചാണെങ്കിൽ, ഇനി മഅദിൻ പുതിയ കാലത്തോട് സംബന്ധിക്കുന്ന വിവിധ മേഖലകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി മഅദിൻ പബ്ലിക് സ്കൂൾ. നമുക്കറിയാം, സിലബസുകൾ മാത്രം ഒതുങ്ങിക്കൂടാതെ മറിച്ച് ഓരോ വ്യക്തിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് മഅദിൻ പബ്ലിക് സ്കൂൾ. മഅദിൻ അക്കാദമി ഒരുപാട് വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നാണ് മഅദിൻ സാദാത്ത് അക്കാദമിയും അറബിക് അക്കാദമിയും. സാദാത്ത് അക്കാദമി നമുക്കറിയാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവരൊരുക്കുകയാണ്. സമുന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൽ ഉന്നതമുള്ളവരായി മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ മഅദിൻ നടത്തിയിട്ടുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. മഅദിൻ തഹ്ഫീദുൽ ഖുർആൻ, ഇബാത്തുൽ ഖുർആൻ, ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കുകയും അതിനുശേഷം ദൗറയും മറ്റ് ഖുർആനുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലേക്ക് കുട്ടികളെ പടർത്താനുള്ള വലിയൊരു ദൗത്യം തന്നെ മഅദിൻ ഇതിലൂടെ സ്വായത്തമാക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് മാത്രമല്ല, മറിച്ച് സ്ത്രീകൾക്കും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം കൊണ്ട് നമുക്കറിയാം. നല്ല രൂപത്തിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി വലിയൊരു അവസരം തന്നെ മഅദിൻ ഇവിടെ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി ഒരുപാട് അവസരങ്ങളാണ് സഹ്റ പോലെയുള്ള മഅദിൻ ക്യാമ്പസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനിക മുന്നേറ്റം കാഴ്ചവെക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, സമുന്നത വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഇന്ന് അനിവാര്യമായിട്ടുള്ളത്. കേരളത്തിൽ നിന്നല്ല, ഭൗതികപരമായും ആത്മീയപരമായും മുന്നോട്ട് ചലിക്കേണ്ട ഒന്നാണ് അത്. അതിന് ഏറ്റവും കൂടുതൽ മഅദിന്റെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എജു പാർക്ക്. നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് എജു പാർക്കിന്റെ മുന്നിലാണ്. ITIയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. +1 +2 മുതൽ ഭൗതികപരമായി ടെക്നോളജികൾപരമായി മുന്നേറ്റം കാഴ്ചവെക്കുന്നതിൽ ITI വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അവരില്ലാതെ വരുമ്പോൾ അവർക്ക് സമൂഹത്തിൽ ഉയരാനുള്ള പല വാതിലുകളും അടഞ്ഞു പോവുകയാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ മഅദിൻ ഇവിടെ ചേർത്ത് പിടിക്കുകയാണ്. മഅദിൻ യതീംഖാനയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, പല വിദ്യാർത്ഥികൾക്കും മാതാവും പിതാവും നഷ്ടപ്പെട്ടത് കാരണം അവർക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഅദിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസപരവും ഭൗതികപരമായ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നത്. സമുന്നത വിദ്യാഭ്യാസത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ഒന്നാണ് മഅദിന്റെ എജു പാർക്കിലുള്ള ഈ ഒരു മസ്ജിദ്. നമുക്കറിയാം, ഇവിടെ പഠിക്കുന്നത് ഡിഗ്രി മുതൽ PG വരെ പഠിക്കുന്ന ഭൗതികം സമുന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന വിദ്യാർത്ഥികളാണ്. മതപരമായും ഭൗതികപരമായും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിലേക്കും ഇവിടെ നിന്നും പഠിക്കാൻ വേണ്ടി പോയ വിദ്യാർത്ഥികളുണ്ട് മഅദിന്റെ കീഴിലായുള്ള. അവിടെയൊക്കെ മഅദിന്റെ സ്ഥാനം നമുക്ക് തെളിഞ്ഞു കാണാവുന്നതാണ്. മിംഹാർ മഅദിന്റെ ഒഴിച്ചുകൂടാനാത്ത മറ്റൊരു സംരംഭമാണ്. നമുക്കറിയാം, ഒരൊറ്റ നിമിഷത്തെ സുഖത്തിനു വേണ്ടി ലഹരിയിൽ അടിമപ്പെട്ട ഒരുപാട് യുവാക്കളെയും യുവതികളെയും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഅദിൻ നടത്തിയ വലിയൊരു മുന്നേറ്റമായിരുന്നു അത്. അതുപോലെ തന്നെ സമൂഹത്തിൽ അസുഖബാധിതരായി നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ മഅദിന്റെ പാലിയേറ്റീവ് സംഘം, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായി അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക് OCD, അതുപോലെ തന്നെ ടെൻഷൻ തുടങ്ങിയ ഡിപ്രഷൻ പോലുള്ള മേഖലയിലേക്ക് പോയ ആളുകൾക്ക് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഅദിൻ നടത്തിയ മുന്നേറ്റവും ചെറുതല്ല. മഅദിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, കാഴ്ചയും കേൾവിയും കണ്ണു കാണാത്തതുമായ ആളുകൾക്ക് അവർക്കുള്ള വിദ്യാഭ്യാസം മഅദിൻ കൊടുക്കുന്നത് പല വ്യത്യസ്തമായ രൂപത്തിലാണ്. അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ഒപ്പം ചേർത്ത് പിടിക്കാനാണ് മഅദിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികളെ പോലും നമുക്കറിയാം, JRF വരെയുള്ള പല ഉന്നത മേഖലയിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ മഅദിന് സാധിച്ചത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഷെയ്ഖുന ബദർ സാദാത്ത് നേതൃത്വം നൽകുന്ന മഅദിൻ വിവിധ മേഖലകളിൽ ഇന്ന് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി QR കോഡ് സ്കാൻ ചെയ്ത പുസ്തകങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിൽ മഅദിനായിരുന്നു ആദ്യമായി ചുക്കാൻ പിടിച്ചത് കേരളത്തിൽ. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മഅദിൻ ഇന്ന് ലോകത്തിനിടെ സമർപ്പിച്ചിട്ടുണ്ട്. 50ഓളം സ്ഥാപനങ്ങളിലായി മലപ്പുറം മേൽമുറിയിൽ ഇന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മഅദിൻ.
മഅദിൻ അക്കാദമിയിൽ നിന്ന് സമുന്നയമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു വിഭാഗം ആളുകളാണ് അദനി എന്ന ബിരുദധാരികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ. നമുക്കറിയാം, സമൂഹത്തിൽ വലിയ മാറ്റമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 തുടങ്ങിയ അദിനി എന്ന ബിരുദം 2024 ആയപ്പോഴേക്കും 10 ബാച്ചോളം മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല, നേരത്തെ സാദാത്ത് അക്കാദമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപാടി മഅദിനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതിലൊരു അംഗമാണ്. സാദാത്ത് ഫെസ്റ്റ്, സയ്യിദന്മാർക്ക് മാത്രമായ ഒരു പരിപാടി, അവർക്ക് മാത്രമായ മത്സരങ്ങളും മറ്റ് സംഗമങ്ങളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയ ഒരു സംഭവം. മഅദിൻ ആദ്യമായി കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെയൊരു ഫെസ്റ്റ് നടക്കുന്നത്. സയ്യിദന്മാർക്ക് മാത്രമായി ഒരു പരിപാടി. ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ മഅദിൻ എക്കാലത്തും മികച്ചു നിൽക്കുന്ന ഒന്നാണ്. 7 മിനിറ്റോളം നീണ്ടുനിന്ന ഈ ഒരു വ്ളോഗിൽ മഅദിനെ കുറിച്ച് പല കാര്യങ്ങളും നാം ഉൾക്കൊള്ളിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.